ഈ ഡ്രൈവിംഗ് എല്ലാത്തിനും മുന്നോട്ട് പോവാ അങ്ങോട്ട് പോലെ അവിടെ കണ്ടാണ് കണ്ട ഫ്രണ്ടിന്റെ കയറങ്ങോട്ട് ഇട്ടോട്ടെ അവിടെ ചെല്ലണം ഇത്ര സമയമായി ഇങ്ങോട്ട് മാറി വാ ഇങ്ങോട്ട് മാറി വാ അവിടെ കുഴിയാ തിരിയുന്നല്ലോ ഇല്ലില്ല കുഴപ്പമില്ല ഞാൻ ടയർ കഴിക്കാൻ പോയാണ് അവിടെ 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 മതിക്കാം എവിടെയാ ഇപ്പൊ ഇരുന്ന വീടോ ചേട്ടാ ഒരു വീട് ഇവിടെ ഉണ്ടെന്ന് എന്റെ അപ്പുറത്ത് സുരേഷ് രണ്ടു വീട്ടുകാർ സാറേ വേറെ പോണെന്നില്ല നമ്പർ കൊടുക്കണം ഫോൺ നമ്പറില്ല സുരേന്ദ്രൻ അതൊന്നിട്ട് കൊടുത്തേട്ടാ ആ തുഴയൊന്ന് വെച്ച് കൊടുത്തേ ഞങ്ങൾക്ക് സൈഡ് ചേർത്ത് ഒരുപാട് ചേർത്തണ്ട അതെ അതെ ഒരു വീടിനെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. അവര് വെള്ളം മുങ്ങിട്ടും മാറാൻ തയ്യാറായില്ല. സെക്കൻഡ് ഫ്ലോറിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അവസാനമാണ് മാറിയിരിക്കുന്നത്. ശരിയും വീട്ടുകാർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മാറാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. എനിക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് എന്ന് പറഞ്ഞ് മാറാതിരിക്കരുത്. കാരണം വളരെയധികം സാധ്യതയുണ്ട് വെള്ളം ഇനിയും കൂടാൻ. കാരണം കിഴക്ക് ഭാഗത്ത് വെള്ളം വീണ്ടും മുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊല്ല് പൊട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നത്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കൂടും. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരും. ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളിവിടെ ഇറക്കിയത്. തീർച്ചയായിട്ടും അതോറിറ്റീസായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്
ലാസ്റ്റ് റിക്വസ്റ്റ് ആണ്. നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമേ കാര്യമുള്ളൂ, പിന്നെ അത് മാറി നിന്നിരിക്കാം. അതുകൊണ്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാ അത് നോക്കണം അവരെ? ഏത് വീടാ? അവർ വരത്തില്ല. വീഡിയോ അല്ല, ഇവരുടെ വീടിനടുത്ത് ഏത് വീടിനാര് പറഞ്ഞേ? ഞങ്ങളുടെ നാമല്ലേ അത് കഴിഞ്ഞ വീടുണ്ട്, 2 നില ലെഫ്റ്റ് സൈഡിൽ. കിട്ടി. അവരുടെ ഫോൺ നമ്പർ ഉണ്ടോ? കോളനി വേറെ ഇത് വേറെ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒന്ന് പോയി ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് വരെ പോയി നോക്കാം, സംസാരിക്കാം. അറിയാവുന്നവരാണ്. ഞങ്ങളെ കയറിയില്ലേ, നേരെ വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡ് ആണ് നമ്പർ കൊടുത്തത്. അറിയോ? അവര് തന്നെയാണോ? വരുന്നു. ഇത് ചെയ്തിട്ട് വന്നാൽ മതി. ഈ കോർണർ ഒന്നും ചെല്ലാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം. സാറ് ചോദിക്കട്ടെ, സാറ് സംസാരിക്കട്ടെ. ഒന്ന് തള്ളിവിട്ടേക്കോ. ഒന്ന് തള്ളിവിട്ടേക്കോ. നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അവർ കേട്ടില്ല. അവരെത്ര പേരുണ്ട്? അവര് 2 കുടുംബക്കാരാണ്. 4 8 പേര്. 8 പേരോ? ഒരു വീട്ടിലോ? ഒരു വീട്ടിൽ 2 വീടുകാർ ഒന്ന് താമസിക്കുന്നു. ഒരു വീട്ടിൽ മുഴുവൻ വെള്ളം കയറി പോയി. അതുകൊണ്ട് അവരോട് ഈ വീട്ടിൽ വന്നിരിക്കുക. ഒഴുകില്ല. ഇതുപോലെ തന്നെ ഈ സെയിം റോഡ് തന്നെ, ഈ റോഡ് സൈഡ് തന്നെ. ഇതിലെ സ്ഥലം ആടുണ്ട് അവിടെ. കണ്ടത്തോളം എന്തോ ഒന്നും പോയി. അത് ചെറുപ്പക്കാരനെ കുഴപ്പമൊന്നുമില്ല. അത് ഒരാൾ വക്കീൽ ബസ്സനാണ്. ഇത് ഈ വഴി നിശ്ചയം മതി. പുള്ളിക്കാരാണോ? ഒന്ന് നമ്മുടെ സജീവ പ്രവർത്തന. അത് ഈ വിഷയം മതി. ഇവിടേക്ക് മതിലായതിന്റെ മറ്റേ തേച്ചമാരാണ് കല്ല് കെട്ടാണ് പറഞ്ഞു പോകാം. അയ്യാളക്കെട്ടല്ലേ ആടെ വെള്ളം കയറുമ്പോൾ എല്ലാം കൂടെ കിട്ടിയത്. ഒരു നില മൊത്തം കയറിയിട്ട് ഇവര് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ പറഞ്ഞു ഇറങ്ങാണ്ട് വലിയമ്മച്ച് കൊണ്ടിരുന്നാലോ കുഴപ്പമില്ല. ഇപ്പം കൊണ്ടു വീടാ. ഇത് കുറച്ച് അപ്പുറം വീട് ഇതിനപ്പുറത്ത് അങ്ങേറ്റതാ. കോളനി പോലെ അതിത് അതാ അവിടെ ആൾക്കാർ അവിടെ 2 ഫാമിലിയാണ് പോരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് സാധനം ബുക്ക് വെച്ച് കൊടുത്തു. അവിടെ ഫ്രിഡ്ജുമല്ല.
കരയിൽ ഇറങ്ങിയത്. അല്ലേ ഇതാണല്ലോ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര വരുമ്പോൾ പാതിരാത്രിയിലൊക്കെ ആ ബുദ്ധിമുട്ടുമ്പോഴാണ് വിളിക്കുന്നത്. അതുകൊണ്ട് രാത്രി പേടിയാവും ഈ വെള്ളം കയറി എന്ത് ചെയ്യുന്നത്. ഇവിടെ സ്ഥലം ഒഴുക്കുണ്ട്. ഇപ്പം കണ്ടമാണോ അതോ സ്ഥലം തന്നെയാണോ? ഈ സ്ഥലം തന്നെ സ്ഥലം സ്ഥലം തന്നെ. ഈ ആ ഇതിനപ്പുറം കണ്ട അപ്പുറം കണ്ടോ? കണ്ടെന്ന സൈഡിലുള്ളതാണ്. കണ്ടത്തിൽ നിന്നാണ് വെള്ളം കയറിയിരിക്കുന്നത്. ആറ്റ് മീനത്തിനാവ് കൊണ്ട് വരുന്നത് ആ പൈപ്പിനോട് കവർ ചെയ്ത് പോരുന്നത്. അവരെന്താ ഇന്നലെ രാവിലെ മാറ്റിയത്. അങ്ങനെ മൂന്ന് പേര് രാവിലെ മാറ്റി. അങ്ങനെ ആ കാണാം. ആ വീട് അവിടെ ഇനിയും വെള്ളം കൂടെ ചാൻസ് ഉണ്ടല്ലേ? ഇവിടെ പല എഴുതുമ്പോൾ ഇവിടെ കൂടും. അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ മഴ തീർന്നു. മഴ തീർന്നു. മഴ ഇന്നലെ രാത്രി കൂടെ മഴയാണ്. അത് ഇത്രയും വെള്ളം വന്നേ. രാത്രി നമ്മൾ പറയാനും പറ്റത്തില്ലല്ലേ? വെയിലിന് പിന്നെ മതി. ആ പോസ്റ്റിന് അപ്പുറം കൂടെ പോണേ. ഇപ്പൊ കൊണ്ടുവരാം. എവിടുത്തെ വരാം? വാടക ആവശ്യങ്ങളാണ്. പുള്ളിക്കാരാണോ? അപ്പുറം 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 റോഡ് അല്ല പോസ്റ്റിന്റെ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താവുന്നത്? ഇതോ അതാ കോൺക്രീറ്റ് ചെയ്യാം. സുഖമില്ല. ഒരു സൈഡ് ഈ പൈപ്പ് ജനജീവനാർ പൊട്ടിയിരിക്കുന്നത്. ഇവിടെ ആൾ ഇത് ഇന്നലെ കൊണ്ടുപോയി. ഇന്നലെ കൊണ്ടുപോയി. അത് അപ്പടി കപ്പാണേ. കപ്പയല്ല, അതിനകത്ത് മുഴുവൻ പുല്ല് കയറി കിടക്കുന്ന. അതേ കയറി ഇരുന്നാ മതി കേട്ടോ. ഇനി അത് കുറെ അത് ഭയങ്കര ബുദ്ധിമുട്ട്. തീർച്ചയില്ല അവിടുന്ന് കയറാൻ അവിടെ ചെന്നിട്ടേ താഴത്താണ് മൊത്തം താഴത്താണല്ലേ മൊത്തം പോകും. എന്നിട്ട് ഇത് കണ്ട ഇത് കണ്ടോ? കുഴിയ കട്ടക്കുഴിയ കട്ടയെടുത്ത് താത്താക. MLA കൂടിയ ഒരു പാർട്ടി നമുക്ക് വിളിപ്പിക്കാനില്ല. വീട്ടിൽ ഒന്ന് വിളിക്കാൻ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കേണ്ടത് ഇപ്പം ചുമതലപ്പെട്ട ആളും കൂടെ ഉണ്ട്. അതുകൊണ്ട് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തോച്ചിന്റെ അതാരാ നേരെ എടുക്കും. അതാരാ പൊളിച്ചത്. ആ പോയാലോട്ട് പോട്ടെ. ഇറങ്ങണ്ടേ? ഇറങ്ങണ്ടേ? രാത്രിയാകുമ്പോ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അല്ല, അടിയന്തര ഘട്ടത്തിൽ വിളിച്ചാൽ നമ്മൾ വരാൻ ചിലപ്പോൾ ഇപ്പോഴാണ് കുഴപ്പമില്ല. ഇപ്പോഴാണ് ഒരു പ്രശ്നമില്ല. അതാ പ്രശ്നം.
ഉറപ്പാണോ? പുറകോട്ട് പിടിച്ച കാരണം ഇവരിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കാര്യം മനസ്സിലാക്കണം. കാരണം ഇവരിപ്പോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫയർഫോഴ്സ് ഇതിനു വേണ്ടി മാത്രം വന്നയാ. അപ്പൊ നമുക്കിപ്പം ചെയ്യുവാണെങ്കിൽ നമ്മൾ അടിയന്തര ഘട്ടം നമ്മൾ ഫേസ് ചെയ്യും. കാരണം ഇപ്പൊ തന്നെ കുറച്ച് ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് കേട്ടത്. വീണ്ടും വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ രാത്രി മഴ വീണ്ടും കൂടിയാൽ വെള്ളം കൂടും. അപ്പം നമ്മൾ പിന്നെ അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പൊ നിങ്ങൾ വെള്ളം ഇനി തപ്പിപ്പോണം ഇല്ലേ? വെള്ളം എവിടെയാ? ഇതിന്റെ പ്രശ്നം എന്താ പറയാ? പിന്നെ രാത്രി ഇവരെ വിളിച്ച് ചിലപ്പോൾ ഇവര് വേറെ വല്ല സ്ഥലത്തായിരിക്കും. ഇപ്പൊ പല സ്ഥലത്ത് ഇപ്പൊ കോട്ടയം മൊത്തം പോകണം, അല്ലെങ്കിൽ ഇടുക്കി പോകണം, അല്ലെങ്കിൽ പത്തനംതിട്ട പോകണം. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പിള്ളേരെ എങ്കിലും ഒന്ന് മാറ്റിയാലോ? ഇപ്പൊ ശരിയെന്നാ. അല്ല രാത്രി പിന്നെ ഇവരെ വിളിച്ചിട്ട് കാര്യമില്ല. അതാ പറയുന്നത്. ഇനി ഇവരെ കിട്ടണമെന്നില്ല. ഇവര് ചിലപ്പോൾ ഈ പത്തനംതിട്ട പ്രശ്നമുണ്ട്, ഇടുക്കി പ്രശ്നമുണ്ട്, ആ പല സ്ഥലത്തും പ്രശ്നമുണ്ട്. ഇവർക്ക് അവിടെയൊക്കെ പോകേണ്ടി വരും. ഇപ്പൊ ഇന്ന് ഞാൻ വിളിച്ചിട്ട് 2 മണിക്കൂർ വൈകിയാ വന്നത്. എല്ലാ ഇതിന് ചുറ്റുമുള്ള എല്ലാ വീട്ടുകാരും മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ വീട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് സീരിയസ് ആണ് കേട്ടോ. ഇത് സീരിയസ് മാറ്റർ അല്ല, ലാഫിംഗ് മാറ്റർ അല്ല. ഏതാ 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 ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? വണ്ടി ഇപ്പൊ വെള്ളം എങ്ങനെ കൂടും? മിനിറ്റ് വെച്ചാ വെള്ളം കൂടുന്നത്. തൊട്ടടുത്ത് ഞങ്ങൾക്ക് 2 കന്നാലി വെക്കണം. അപ്പൊ അവിടെ പോയി സംരക്ഷണം വേണം. ഞാൻ ഒന്ന് പോയി രാവിലെ പോയിട്ട് വന്നതാ. അപ്പം അതിനെ വേറെ സംരക്ഷിക്കാൻ ആൾ അവിടെ ഇല്ല. ഞാൻ ചെന്നിട്ട് വേണം. അതുകൊണ്ടൊക്കെയാ പുള്ളിക്കാരി PSCയിലെ സ്റ്റാഫാ. വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം വാട്സ്ആപ്പ് ആയിട്ട് വെള്ളം എന്നാലും എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? രാത്രിയിലൊക്കെയാണ് എന്ത് ചെയ്യും? രാത്രി എന്തെങ്കിലും പറ്റിയാൽ ആരുത്തരം പറയും? ഒരു PSC ജോലി ചെയ്യുന്ന ആളല്ലേ, അങ്ങ് ഒരു ഇച്ചൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? രാത്രി എന്തെങ്കിലും പറ്റിയാൽ നമുക്കല്ലേ അത് വരുന്നത്? നിങ്ങൾക്കല്ലേ? ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. കുഴപ്പമില്ല. സാറ് കൊടുക്കും. അങ്ങനെ പറയാതെ ഞങ്ങൾ മേൽജാതിന്റെ ഭക്ഷണമൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് വഴിക്കാണ് അറിയാം. ഭക്ഷണമൊക്കെ ഉണ്ടോ? ഭക്ഷണമൊക്കെ ഉണ്ടോ? ഭക്ഷണം ഭക്ഷണം അത്യാവശ്യമുണ്ട്. സ്റ്റവൊക്കെ മേളിലാണോ? ഒരാഴ്ചത്തേനുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങൾക്ക് ഞാൻ പറയാം. സാറ് വന്നതിൽ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം. അത്രേ ഉള്ളൂ. ശരി. ഞങ്ങളുടെ മെമ്പർക്ക് അറിയാം. ഞങ്ങളെ വീട്ടിൽ ആക്റ്റീവ് മെമ്പർ അതിനകത്ത് ചോദിച്ചോട്ടെ. അല്ല അതുകൊണ്ടാണ് MLA വന്നത്. മെമ്പർ പറഞ്ഞത് കേട്ടില്ല. ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞ സമയത്ത് MLA വന്ന് പറഞ്ഞു. ശരി. ഇത് താമസിച്ച് വീടാ. അതെല്ലാം മാറി. ഇത് വീടാ. ഞാനും 10-15 വർഷമായി ഞാൻ കേട്ടിരിക്കും. ഞങ്ങളോട് ഇങ്ങനെ പറയും. അത് രാത്രി വിളിക്കാം. അതാ വിഷയം. ഇത്രയും പ്രായം വിശ്വസിച്ചിട്ടുള്ളേ ഉള്ളൂ. 12 വർഷമായി. അതുകൊണ്ടാണ്. കുഴപ്പമില്ല. താങ്ക് യു. ഇനി കിടന്ന എനിക്ക് കിട്ടണത്തില്ല. വഞ്ചിയാണ്